നേരിനൊപ്പം നെന്മയോടൊപ്പം സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്പോറ ഓൺ ഫോക്കസ്. ഫ്രണ്ട്സ് ക്രിയേഷൻസ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന പുറംപോക്ക് ഭൂമികയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാസിയുടെ വിഹ്വലതകളിലേക്ക്. ഡയസ്പോറ ഓൺ ഫോക്കസ്, ഈ വാക്കിന്റെ അർത്ഥം ചോദിക്കരുത്, തലചുറ്റിപ്പോകും. സംഗതി നമ്മെക്കുറിച്ച് തന്നെയാണ്. നാടുവിട്ടവന്റെ സുവിശേഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. 100,000 ചാനൽ പരിപാടികൾ, 100 ദൃശ്യവിരുന്നുകൾക്കിടയിൽ, അടിപൊളി റിയാലിറ്റി ഷോകൾക്കിടയിൽ ഈ പരിപാടിക്ക് മാത്രം എന്താണിത്ര പ്രത്യേകത? തിരക്കഥയില്ലാത്ത, കെട്ടിച്ചമക്കലുകളില്ലാത്ത, വാദകോലാഹലങ്ങളില്ലാത്ത, പരദൂഷണങ്ങളില്ലാത്ത പച്ചയായ ജീവിതങ്ങളുടെ നേരെ പിടിച്ച കണ്ണാടി തന്നെയാകുന്നു ഡയസ്പോറ ഓൺ ഫോക്കസ്. ഇനിയും നിങ്ങൾ കാണാതെ പോയ പ്രവാസിയുടെ ജീവിതങ്ങൾ ഞങ്ങൾ പകർത്തിവെക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ, മതപൗരോഹിത്യത്തിന്റെ, കോർപ്പറേറ്റ് മാഫിയകളുടെ സുഖിപ്പിക്കലുകൾ ഞങ്ങൾക്ക് തടസ്സമാകില്ല. ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് സ്പോൺസർമാരില്ല, ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ആ ബിസിനസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നടന്നെടുക്കുന്നു. ഡയസ്പോറ ഓൺ ഫോക്കസ്, നേരിനൊപ്പം നന്മയോടൊപ്പം. يا نور الهلال أقبل تعال فالشوق طال والقلب سما نحو السماء مترنما. എന്തിനാണ് നമുക്കൊരു അവതാരകൻ? ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവതരിപ്പിക്കുവാൻ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, പങ്കുവെക്കുവാൻ ചില സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കാരോടും പരിഭവമില്ല, പകയുമില്ല, ആരോടും ശത്രുതയുമില്ല. പക്ഷേ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ, നിങ്ങൾ ഈ സമൂഹത്തെ കൊള്ളയടിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. അഴിമതിയും ചൂഷണവും അക്രമവും വർഗീയതയും സ്ത്രീപീഡനവും ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. പ്രതിരോധത്തിന്റെ, ചെറുത്തുനിൽപ്പിന്റെ, പോരാട്ടത്തിന്റെ ഒരു മിന്നാമിനുങ്ങ് വെട്ടമെങ്കിലും ഈ വലിയ ലോകത്തിന് സമ്മാനിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആൽമദീന പ്രസൻസ് കവർ സ്റ്റോർ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏതു ചേരി? അറേബ്യൻ പോർക്കളം 2016. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പരസ്പരം കലഹം തീർക്കുന്നുവെന്നത്. 100 ചായം മുക്കിയ കീറത്തുണികളുടെ വേദാന്തങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു പഠിപ്പിച്ചതെല്ലാം തന്നെ തത്ത പറയുന്നത് പോലെ ഏറ്റുപറയുന്ന ബുദ്ധിഹീനരെയാണ് നമുക്കെവിടെയും കാണുവാൻ സാധിക്കുന്നത്. അന്ധമായ അനുകരണങ്ങൾ. നേതൃത്വം എന്ത് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞാലും അതിനെയൊക്കെ പിന്തുണയ്ക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരായ അനുയായികൾ. ഇതാ ഇവിടെ ഈ സംവാദത്തിലേക്ക് കടന്നുവരൂ. റിയാദിലെ വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച ഈ സംവാദത്തിൽ പങ്കെടുത്തവരുടെ നിലപാടുകൾ തിരിച്ചറിയുക. ഇന്ന് ജനങ്ങൾ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഉണ്ടാവുന്നത് ഒരു പുഞ്ചിരിയാണ്, പരിഹാസത്തിന്റെ ചിരി. അത്രത്തോളം തരംതാണ് പോയിരിക്കുന്നു. നമുക്കറിയാം, LDF എന്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ സമഗ്രമായ മാറ്റമാണ് എല്ലാ മേഖലയിലും. വികസനം എന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമല്ല, സാധാരണക്കാരായ ഇടത്തരക്കാരുമായ എല്ലാ ജനങ്ങളിലേക്കും വികസനം എത്തിപ്പെടുമ്പോഴേ അത് ഒരു സമൂഹത്തിൻ്റെ മൊത്തം വികസനമായി മാറുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുകൂടി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയോടുകൂടിയും പഠനങ്ങൾക്ക് ശേഷമാണ് LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലായിരുന്നു നമ്മൾ. അന്നത്തെ കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ പകുതി മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് എന്താണ് കേരളത്തിന്റെ അവസ്ഥ? ഈ 60 വർഷത്തെ ബാക്കി പത്രം എന്താണ് കേരളത്തിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത്? എംബർ പെർഫ്യൂംസിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ നവാസ് അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം സുബ്ഹാൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് കുട്ടുകാട്, ബാബു എംബർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നമ്മുടെ ബഹുമാനരായ വോട്ടർമാർ നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് നാടിന്റെ വികസനവും ഐക്യവും അഖണ്ഡതയും മതേതരത്വവും രാജ്യസുരക്ഷിതത്വവും ഒക്കെ കാസൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരം എങ്ങനെയായിരുന്നു, ആ പഴയ സംസ്കാരം എന്നും നൂറ്റാണ്ടുകൾ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അതിന് പക്വമായ രീതിയിൽ
ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ, നമ്മുടെ നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതൃത്വത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതായ ഒരു മത്സരമായിരിക്കും അവിടെ നടക്കേണ്ടത്. അതിൽ നമ്മുടെ അനുയോജ്യമായ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ളതായ ഒരു അനൗൺസ്മെൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേളി, OICC, നവോദയ, ന്യൂ ഏജ്, പ്രവാസി സാംസ്കാരിക വേദി, ISF, സമന്വയ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ആയിരക്കണക്കിന് പ്രതിനിധിയുള്ള KMCCയിൽ നിന്ന് ഒരു പ്രാസംഗികനെ പോലും ഈ ശ്രദ്ധേയമായ സംവാദത്തിലേക്ക് അയക്കുവാൻ സാധിക്കാതിരുന്ന KMCC പ്രതിരോധത്തിലായി. തൊഴിൽ കൊടുക്കുവാനുള്ള വ്യാവസായിക മേഖലയിലും നമ്മുടെ നാട് വേണ്ടത്ര വളർന്നിട്ടില്ല. ഇതൊക്കെ വളരാനുള്ള ആസൂത്രിതമായ ഫണ്ടുകൾ നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ അഴിമതിയിൽ മുങ്ങിയ അധികാരം എന്ന് പറയുന്ന ഒരു സേവനം എന്നതിന് പകരം അതിന് പറ്റുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെയും സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി രാഷ്ട്രീയത്തെ കണ്ടതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്തരം വളരെ. ഇനി പ്രവാസികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഏപ്രിൽ മെയ് മാസം ഒരേ അടുത്ത് തന്നെ ഫ്ലൈറ്റിൽ വന്ന ആൾ, ഒരാൾ 10,000, ഒരാൾ 40,000. എന്താ വ്യത്യാസം? ഒരേ ദൂരം, ഒരേ ഫ്ലൈറ്റ്, ഒരേ സൗകര്യം. അപ്പോൾ ഇതിലൊക്കെ ഇടപെടേണ്ട രാഷ്ട്രീയ സംവിധാനത്തിലുള്ള ആളുകൾ ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നതിന് പകരം ഇന്ന് രാഷ്ട്രീയം ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതിന് പ്രതിവിധി എന്നോണം എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് കേരളത്തിന്റെ വികസന രംഗത്ത് UDF നൽകിയ പുരോഗമനപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് OICC നേതാക്കൾക്ക് പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ നവോദയ, കേളി, ISF, സമന്വയ, പ്രവാസി സാംസ്കാരിക വേദി എന്നിവരുടെ എല്ലാം തന്നെ ശക്തമായ എതിർപ്പുകളെ ഒറ്റയ്ക്ക് നേരിടാനാവാതെ OICC പ്രവർത്തകർ വിയർക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു 90% ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. വെറുതെ പ്രകടന പത്രികയിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയി അത് നടപ്പാക്കാതെ പോകുന്ന ഒരാളല്ല കേരളത്തിലെ എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി. നമ്മൾ പ്രവാസികളാണല്ലോ. നമുക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരൊറ്റ പദ്ധതി എന്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് പറയാമോ? ഒരൊറ്റ പദ്ധതി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്? അധികാരം ഏറ്റെടുത്ത നാളിൽ പ്രവാസി വകുപ്പിന് ചുമതല വഹിക്കുന്ന സർക്കാർ IAS ഉദ്യോഗസ്ഥരടക്കം റിയാദ് സന്ദർശിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. പ്രവാസി വകുപ്പ് കാര്യം മന്ത്രി സന്ദർശിച്ചു. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടു. വിഷുപ്പക്ഷി കേരള എയർ പോലും നൽകപ്പെട്ടു. എവിടെ? ഇനി VS ഗവൺമെന്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. പ്രവാസികൾക്ക് ഇന്ത്യയിൽ ആദ്യമായി ഐഡന്റിറ്റി കാർഡ്, ഞാൻ അതിന്റെ ബാക്കിലേക്ക് പോകുന്നില്ല, ഈ വകുപ്പ് തന്നെ നായനാരുടെ സംഭാവനയാണ്. നോർക്ക എന്ന വകുപ്പ് പോലും, പ്രവാസികാര്യ വകുപ്പ് പോലും സഖാവ് EK നായനാരുടെ സംഭാവനയാണ്. പ്രവാസികൾക്ക് ഇൻഷുറൻസ് പരീക്ഷയോടുകൂടി ഐഡന്റിറ്റി കാർഡ് നടപ്പാക്കിയ ആരാ? VS ഗവൺമെന്റ്. കേരളത്തിൽ നിങ്ങൾക്കൊന്ന് മൊബൈൽ ചിപ്പ് എടുക്കണമെങ്കിൽ പോലും ഒരു ID കാർഡ് വേണം. വേണ്ടേ പ്രവാസികൾക്ക്? റേഷൻ കാർഡിൽ പോലും പേരില്ലായിരുന്ന പ്രവാസികൾക്ക് ID കാർഡ് നൽകിക്കൊണ്ട് ആ ഒരു ആശങ്കയ്ക്ക് പരിഹാരമായി. റെയിൽവേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ, വിമാനത്താവളത്തിൽ നിങ്ങൾക്ക് ആഭ്യന്തര യാത്രയ്ക്ക് പോലും നിങ്ങൾ ID കാർഡ് കാണിക്കണം. വിദേശയാത്രയ്ക്ക് പാസ്പോർട്ട് ഉണ്ട്, ഓക്കെ. അപ്പൊ ID കാർഡ് സമ്മാനിച്ചത് LDF ഗവൺമെന്റാ. പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ നൽകിയതാരാ? 60 വയസ്സ് കഴിഞ്ഞ് പ്രവാസിക്ക് നിശ്ചിത തുക ഖജനാവിലേക്ക് അടച്ചാൽ, സർക്കാരിലേക്ക് അടച്ചാൽ ബാക്കി തുക സർക്കാർ നൽകിക്കൊണ്ട് 1000 രൂപ, മിനിമം 1000 രൂപ വെച്ച് അത് വർദ്ധിപ്പിക്കും. ഓരോ കാലത്തിൽ ഓരോ സർക്കാരിന് വർദ്ധിപ്പിക്കാവുന്നതാണ്. പ്രഖ്യാപിച്ചതാരാ? സാന്ത്വനം പദ്ധതി, കാരുണ്യം പദ്ധതി, പ്രവാസി നോർക്ക ചെയർമാൻ ഫണ്ട് പദ്ധതി. ഇന്ന് 5 ലക്ഷത്തോളം വരുന്ന ഏക്കറ ഭൂമിയുടെ ഉടമസ്ഥർ ഇന്ന് കേരളത്തിന്റെ ഗവൺമെന്റാണ്. ഉദാഹരണ സഹിതം പറയാൻ സാധിക്കും. അപ്പൊ 5 ലക്ഷത്തോളം വരുന്ന ഭൂമി ഇന്ന് ടാറ്റക്ക്, അതേപോലെ തന്നെ കണ്ണൻ ദേവൻ കമ്പനിക്ക്, ഹാരിസൺ കമ്പനിക്ക് തുടങ്ങിയിട്ടുള്ള പല കമ്പനികൾക്കും ചെറിയ ഒരു പൈസ പാട്ട വ്യവസ്ഥയിലാണ് കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ കയ്യിൽ ഇത്രത്തോളം ഭൂമി ഉണ്ടായിരിക്കെ ഈ 2 ഗവൺമെന്റുകളും മാറി മാറി വന്നിട്ടും 5 ലക്ഷത്തോളം വരുന്ന വീടില്ലാത്ത ആദിവാസികളെ പറ്റി സംസാരിക്കുവാനുള്ള ധാർമ്മികമായ അവകാശം വലതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ ഇല്ല എന്ന് കണക്കുകൾ സൂചിപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നും വേണ്ട, ആയിരക്കണക്കിന് ആളുകൾ വീട് വിട്ട് പുറത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരായി വാനിലേക്ക് കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ
അത് രാഷ്ട്രീയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഇടതുപക്ഷത്തിന്റെ സമരത്തിന്റെ വിജയം തന്നെയാണ്. ജിഷയുടെ കൊലപാതകികളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന പോലീസ് തികഞ്ഞ പരാജയമാണെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സംസ്ഥാന സർക്കാർ ഇനിയൊരിക്കലും തിരിച്ചുവരില്ലെന്നും LDF പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടത്തി അത് ബന്ദോബസ്താക്കി അതിന്റെ തെളിവുകളൊന്നും നശിക്കാതെ നോക്കേണ്ട കടമ പോലീസിനുണ്ട്. അതവിടെ ചെയ്തിട്ടില്ല. BJPയുടെ പ്രവാസി സംഘടന സമന്വയെ ആക്രമിക്കുന്നതിൽ എല്ലാ പ്രവാസി സംഘടനകളും കൈകോർത്ത് പിടിക്കുന്ന കാഴ്ചയും കൗതുകകരമായി. ജിഷയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മോഡി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ദളിത് പീഡനവും സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളും കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമുയർന്നു. ജിഷയുടെ ഏറ്റവും ക്രൂരമായ കൊലപാതകം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ജിഷയുടെ അമ്മയെ സന്ദർശിക്കുവാനോ പ്രശ്നത്തിൽ ഇടപെടുവാനോ സാധിക്കാത്ത പെരുമ്പാവൂർ CPM MLAയും വാർഡ് മെമ്പറും പ്രതിക്കൂട്ടിലാണെന്ന് UDF പ്രവർത്തകർ അറിയിച്ചു. ജിഷയുടെ കൊലപാതകികളെ പിടികൂടുന്നതിനായി തുടക്കത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത കേരള പോലീസിന്റെ നടപടിക്കെതിരെയും പ്രതിഷേധമുയർന്നു. റിയാദിലെ സംഘടനകൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം സത്യസന്ധമായി ഈ പ്രശ്നങ്ങളെ വിലയിരുത്തുവാനുള്ള ശ്രമമുണ്ടായില്ല. രാജ്യത്താകെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ബില്ല് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. കേരളത്തിലും ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വലിയ പ്രഖ്യാപനത്തോടെ ശ്രീമതി സോണിയാഗാന്ധി അടക്കം കേരളത്തിൽ എത്തിച്ചുകൊണ്ട് ഈ ബിൽ കൊണ്ടുവന്നു, നിയമസഭ കൊണ്ടുവന്നു. ഈ ബില്ല് 2 വകുപ്പിന് കീഴിലാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിലും മറ്റൊന്ന് ആഭ്യന്തര വകുപ്പിന് കീഴിലും. സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിലുള്ളതിന്റെ ഇതിന്റെ ചുമതലയുള്ള എക്സ് ഒഫീഷ്യ മെമ്പർ എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രിയും അതിന്റെ വകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ ശ്രീമാൻ MK മുനീറുമാണ്. കേവലം ഒരു നിയമനിർമ്മാണത്തിനപ്പുറം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കേരള ഗവൺമെന്റ് ആയിട്ടില്ല. ആ വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസ് ഓഫീസർമാരുടെ എണ്ണം കൂട്ടും. പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ചുമതലകൾ ഏർപ്പെടും. പട്ടികജാതിവർഗ കോളനികളിൽ നിരന്തരം പോലീസ് സന്ദർശനം നടത്തും. ജനങ്ങൾക്ക് ഭീതി ഒഴിവാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ. സ്ത്രീകൾക്ക് അങ്ങനെ സ്ത്രീകൾക്കൊരു പ്രശ്നം, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കടന്നു നിന്ന് കേസ് കൊടുക്കാൻ അടക്കം ഭയപ്പെടുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അവരുടെ ഭയം മാറ്റി പോലീസ് സ്റ്റേഷനിലെത്താൻ സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ സൃഷ്ടിക്കുന്നതടക്കം ആ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു ചുവട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് കൃത്യമായ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി പ്രചരിച്ചതിന് ശേഷം മാത്രമാണ് കൃത്യമായി മീഡിയകൾ പോലും പത്രമാധ്യമങ്ങൾ പോലും കൃത്യമായി അത് മുഖവിലക്കെടുക്കുന്നത്. മാത്രമല്ല, ഒരു ബലാത്സംഗത്തിനിരയായ ബോഡി ദഹിപ്പിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരിക്കെ തന്നെ ധൃതി പിടിച്ചുകൊണ്ട് ജിഷ എന്ന് പറയുന്ന പ്രിയ സഹോദരിയുടെ ഡെഡ് ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ട്, ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇവർക്ക് പ്രചോദനം നൽകിയത്? ഇവിടെ അന്തരീക്ഷത്തിൽ ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ഡൽഹിയിലെ നിർഭയ, ഷൊർണൂരിലെ സൗമ്യ, കൂട്ടത്തിലേക്ക് ഒരു പേരും കൂടെ ജിഷ. കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ നമ്മൾ ഇത് മറന്നുപോകും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പോലീസിന്റെ വീഴ്ചയുണ്ട് എന്ന് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ അംഗീകരിക്കുമ്പോൾ ആരാണ് പിന്നെ പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? സംവാദത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അവരവരുടെ തലച്ചോറുകൾ ഓരോ രാഷ്ട്രീയ സംഘടനകൾക്കായി പണയപ്പെടുത്തിയതിനാൽ റോബോട്ടുകളെ പോലെ സംസാരിക്കുന്ന മുഖമില്ലാത്തവന്റെ രോദനങ്ങളാണ് അവിടെ ഉയർന്നു കേട്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും നമ്മളിപ്പോഴും രാഷ്ട്രീയക്കാരന്റെ തടവറയിൽ തന്നെയാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന വെള്ള സായിപ്പിന്റെ അതേ കുതന്ത്രങ്ങൾ ഇപ്പോൾ പയറ്റുന്നത് നമ്മുടെ സ്വന്തം കറുത്ത സായിപ്പുമാർ തന്നെയാണ്. അവരവരുടെ സ്വന്തം പ്രശ്നങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പൊതുജനങ്ങളെ എക്കാലവും കഴുതലാക്കി മാറ്റുന്നത് ഈ പ്രവാസി സമൂഹമെങ്കിലും കാണാതെ പോവരുത്. അപ്പൊ നമ്മുടെ കേരളം എന്നും സാംസ്കാരികമായി ഏറ്റവും പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളം എന്നും ഏറ്റവും വളരെ താഴ്ന്ന ഘട്ടത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവങ്ങളാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ശരിക്കും ഈ കാലം അത്രയും ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രതിനിധികളാണ്. അവർ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. എല്ലാ മന്ത്രിമാർക്കും എല്ലാ ഗ്രാമപ്രദേശത്തിൽ എത്തിച്ചെന്ന് അവിടെ വീടുണ്ടോ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മള് ഇന്ത്യയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ആ ജനപ്രതിനിധികൾ അവിടെ അവരുടെ ഔദ്യോഗികമായ ആ ജോലി നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത്. ഈ ചില രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടനകളെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് അവർക്ക് ഉത്തരവാദിത്വമില്ല. ഇവര് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ആൾക്കാർക്ക് അവിടെയുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക
ജീവകാരുണ്യ പ്രവർത്തന ഇടപാടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനാണ് അവർ ശമ്പളം മേടിക്കുന്നത്. അവരെ ജനപ്രതിനിധിയാണെങ്കിൽ ഇവരുടെ നികുതി പണം അവരുടെ പോക്കറ്റിലേക്കും എന്തുകൊണ്ട് ആ വീട് നോക്കിയില്ല, എന്തുകൊണ്ട് അവിടെ കക്കൂസില്ലെന്ന് നോക്കിയില്ല? അവിടെ ഒരു മന്ത്രിയുടെ ചുമതലയല്ല, അത് ഒരു പോലീസുകാരന്റെ ചുമതലയല്ല, ഒരു വില്ലേജ് ഓഫീസറിന്റെ ചുമതലയല്ല. അതിനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് നമ്മൾ വികേന്ദ്രീകരണം ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് അവിടെ നടന്നില്ല? അവരാണ് ഒന്നാമത്തെ തെറ്റുകാര്. തെറ്റുകൾക്കെതിരെ, കാപട്യങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ജ്വലിക്കുന്ന യുവത്വങ്ങളെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. അഴിമതി വിമുക്തമായ കേരളം, അക്രമ രാഷ്ട്രീയത്തെ വെറുക്കുന്ന കേരളം, മതധ്രുവീകരണത്തെ പൊളിച്ചെഴുതുന്ന കേരളം, മദ്യവിമുക്ത കേരളം, സ്ത്രീവിരുദ്ധതയെ ചോദ്യം ചെയ്യുന്ന കേരളം, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാൻ സാധിക്കുന്ന നല്ല മനുഷ്യർ സഹവസിക്കുന്ന കേരളം. ഇങ്ങനെയൊരു ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ നിർമ്മിതിക്കായി കൈകോർക്കുക. അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരിയും. നരജീവിതത്തിൻ മഹത്വം നിലയ്ക്കാതെ മൃഗസാമ്യ ചിത്തനായി ജീവിതം പേറുവാൻ. നമുക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല. നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ ചങ്ങലക്കെട്ടുകളല്ലാതെ. ജാഗ്രത. സാറാസ് പ്രസന്റ് സൗദി വാർത്തകൾ. ചില വാർത്തകൾ നമ്മെ കരയിപ്പിക്കുന്നു, ചില വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കുന്നു, ചില വാർത്തകൾ നമ്മെ ലജ്ജിപ്പിക്കുന്നു. തൊഴിൽ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവാസി സമൂഹത്തിലെ സാധാരണക്കാർക്കും ബിസിനസ് സമൂഹത്തിനും ആവശ്യമായ ബോധവൽക്കരണവും നിർദ്ദേശങ്ങളും നൽകുന്ന ഷാഫി ഇൻസ്പേഴ്സിന്റെ റിയാദ് ചാപ്റ്റർ ഔദ്യോഗികമായി നിലവിൽ വന്നു. റമാദ് ഓട്ടുവത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷാഫി ഇൻസ്പേഴ്സ് റിയാദ് ചാപ്റ്റർ ഉദ്ഘാടനം സൗദി എനർജി ഫോറം പ്രതിനിധി ഇബ്രാഹിം സുബ്ഹാൻ നിർവഹിച്ചു. ഷാഫി ഇൻസ്പേഴ്സ് ചെയർമാൻ ഡോക്ടർ ഷാഫി മുഹമ്മദ് ക്ലാസ് എടുത്തു. ഗൾഫിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ പ്രവാസികളെ പ്രാപ്തമാക്കുന്നതിനായി ചില ശാസ്ത്രീയമായ സമീപനങ്ങളും നിഗമനങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭകരമാക്കി മാറ്റാം, തൊഴിൽ സമൂഹത്തോടുള്ള മാനേജ്മെന്റിന്റെ സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം, ഉൽപ്പന്നങ്ങളും വിപണിയും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം, ബിസിനസ് പങ്കാളികളെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്നീ വിഷയങ്ങളിൽ ചോദ്യോത്തര സെഷനും നടന്നു. സൽമാൻ തൊറോപ്പ് അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ ഫറൂഖ്, നസീർ കാഞ്ഞിരോട്, ജോബി ചുമാർ, അമീർ കോയിവിള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദി നഗരങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർ അക്രമത്തിനും പിടിച്ചുപറിക്കും ഇരകളാകുന്ന വിഷയത്തിൽ സൗദി അധികൃതർക്ക് പരാതി നൽകുമെന്നും സൗദിയിലെ 30 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുമെന്നും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ് അറിയിച്ചു. സൗദിയിൽ ഇന്ത്യൻ പൊതുസമൂഹം എംബസി ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയെന്ന അദ്ദേഹം. മുഹമ്മദ് സൈഗം ഖാൻ അധ്യക്ഷത വഹിച്ചു. ഭാര്യ ശബനം ജാവേദും പരിപാടിയിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആപ്പ് സംവിധാനമായ മദതിലൂടെയും ഇ മൈഗ്രേറ്റ് സംവിധാനങ്ങളിലൂടെയും പ്രശ്നങ്ങളും പരാതികളും നൽകാവുന്നതാണ്. എംബസിയിൽ നേരിട്ട് സന്ദർശിക്കാവുന്നതുമാണ്. The staff at the embassy and at the consulate in Jeddah, we try to go out of the way for each and every case. It is not that every time we get success in the time that we want it, but the effort, the integrity and the seriousness with which we attend to each and every issue, however small, however big it may be, with the sole intention, with the sole focus of solving that problem in the shortest period of time. സൗദിയിലെ ഇന്ത്യൻ തൊഴിൽ സമൂഹത്തെക്കുറിച്ച് ഇവിടുത്തെ സ്വദേശികൾക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ഇന്ത്യൻ സ്കൂളുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അംബാസിഡർ അറിയിച്ചു. എംബസി ഓഡിറ്റോറിയം പൊതുപരിപാടികൾക്ക് തുറന്നുകൊടുക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതാണ്. ഷിഹാബ് കൊട്ടുകാട്, ലുലു റീജിയണൽ ഡയറക്ടർ ഷഹീം മുഹമ്മദ് ഉണ്ണി, ബാലചന്ദ്രൻ, തമിഴ് സംഘം പ്രതിനിധി ഇംതിയാസ് അഹമ്മദ്, റിസ്വി, ഉബൈദുർ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. 100ഓളം സംഘടനകളും ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ചു. റിയാദിലെ OICC, KMCC, തൃശൂർ ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KMCC ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ OICC പ്രസിഡന്റ് ബെന്നി വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. KMCC ജില്ലാ പ്രസിഡന്റ് ബഷീർ ചേറ്റുവ അധ്യക്ഷത വഹിച്ചു.
OICC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CM കുഞ്ഞിക്കുമ്പള, KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുന്നുമ്മൽ കോയ എന്നിവർ പങ്കെടുത്തു. ആർഷുൽ അഹമ്മദ്, അഡ്വക്കേറ്റ് LK അജിത്, യഹിയ കളക്കര, സജി കായംകുളം എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ ഭരണനേട്ടങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ കേരള ജനതയിലേക്ക് എത്തിക്കുവാൻ UDF ഭരണ തുടർച്ച അനിവാര്യമാണെന്ന് പ്രവർത്തകർ അറിയിച്ചു. ഇതിനിടെ പ്രവാസികളുടെ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കുന്നതിനും നാട്ടിലേക്ക് തിരിക്കുന്ന OICC നേതാക്കളായ മജീദ് ചിങ്ങോലി, ഷാജി കുന്നിക്കോട്, സലീം കളക്കര, ഷാജി സോണ എന്നിവർ മുഴുവൻ പ്രവർത്തകരും നിർണായകമായി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഇതിനായി നാട്ടിലേക്ക് യാത്രയാവണമെന്നും അഭ്യർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും OICC പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. OICC പ്രതിനിധികൾ പോകുന്നത് ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് OICC കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും വോട്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് OICC പ്രതിനിധികൾ പോകുന്നത്. ഈ ബഹളങ്ങൾക്കിടയിൽ നാം കാണാതെ പോകുന്ന ചില മുഖങ്ങളുണ്ട്. തളർന്നുപോയ ജീവിതങ്ങൾ, പ്രതിസന്ധികൾക്കെതിരെ പൊരുതുന്നവരുടെ കണ്ണുനീരിന്റെ നനവുള്ള പങ്കുവെക്കലുകൾ. ഇതാ ഇവിടെ ഈ നിരാലംബരായ കുടുംബത്തിന് ആശ്രയം നൽകുവാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഇവരെ സഹായിക്കുവാൻ നമ്മുടെ മനസ്സുകൾ വിശാലമാക്കുക. മകളുടെ വിവാഹത്തിനായി കോടികൾ ദൂർത്തടിക്കുന്നവർ ഈ കുടുംബത്തിന്റെയെങ്കിലും കണ്ണുനീർ തുടക്കുവാൻ ഞങ്ങളോടൊപ്പം അണിചേരുക. നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കരുത്. ദുരിതമനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് തന്നെ സഹായിക്കാം. സഹായിക്കുന്നവരുടെ വിശദവിവരങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ അവതരിപ്പിക്കും. മറ്റൊന്നിനും വേണ്ടിയല്ല, കൃത്യമായ കണക്കുകൾ ലഭിക്കുവാൻ. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് നമ്മുടെ സഹായം എത്തിക്കേണ്ടതുണ്ട്. ഷിഫ അൽ ജസീറ പ്രസൻസ് ഇതാ ഇവിടെ ഇങ്ങനെയും ഒരു ജീവിതം. മനസ്സിലടക്കി പിടിച്ച നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിലാണ് കാത്തിരിപ്പിന്റെ കളിത്തൊട്ടിലേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. ദക്ഷിണ കർണാടകയിൽ സുള്യ ജയനഗറിലെ മുഹമ്മദ് ഹനീഫ് സീനത്ത് ദമ്പതികൾക്കും ജനിച്ചു. ഒന്നല്ല 3 കുട്ടികൾ. അതിൽ മാലാഖിയുടെ മുഖമുള്ള അസ്മിനയും വാത്സല്യത്തിന്റെ ചുവപ്പ് മാറാത്ത കവിൾത്തടവുമായി കുഞ്ഞു ഫലാഹും. ജനനത്തോടൊപ്പം വിധി അവർക്ക് വേണ്ടി ദുരന്തപൂർണമായൊരു സമ്മാനം കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അസ്മിനയും ഫലാഹും കൈവിരലുകൾ കൊണ്ട് കരളലിയിപ്പിക്കുന്ന ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആസ്പെറ്റോസ് ഷീറ്റ് വിരിച്ച കെട്ടിടത്തിലെ ഈ ഊമപ്പെണ്ണും ഉരിയാടാ പയ്യനും മൗനം കൊണ്ട് തുറിച്ചു നോക്കുമ്പോൾ ഏത് ഹൃദയമാണ് തകർന്നു പോകാത്തത്? ഹനീഫിന്റെ 2 മക്കളുടെ നാവിൽ നിന്നാണ് അക്ഷരങ്ങളുടെ വിശുദ്ധിയെ ജന്മശാപം തട്ടിയെടുത്തത്. സ്വപ്നങ്ങൾക്കായി കാതോർത്തിരുന്ന അവരുടെ ജീവിതം 15 വർഷങ്ങൾക്ക് മുമ്പൊരു നാൾ പെട്ടെന്ന് നിശബ്ദമാവുകയായിരുന്നു. ആ ദിവസമാണ് അസ്മിന എന്ന ആദ്യത്തെ കൺമണി ഈ വീട്ടിൽ ജനിച്ചത്. അവരുടെ കുഞ്ഞു കരച്ചിലിന് വേണ്ടി ഒരുങ്ങി നിന്ന ആശുപത്രി മുറിയന്ന് മരണവീട് പോലെ മുഖമായി. പകരം അവിടെ ഉയർന്നതാകട്ടെ സീനത്ത് എന്ന ഉമ്മയുടെ ഇന്നും നിലയ്ക്കാത്ത കണ്ണുനീരാണ്. വലുതാകുമ്പോൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ വീടിന്റെ ബഹളങ്ങൾ കൊണ്ട് നിറക്കുന്ന വായാടിയായി അസ്മിന വളരുമെന്ന് തന്നെ ഹനീഫും സീനത്തും പ്രതീക്ഷിച്ചു. പക്ഷേ ജീവിതത്തിൽ അവൾക്കൊരിക്കലും അക്ഷരങ്ങളെ ശബ്ദങ്ങളിലേക്ക് പകർത്തിവെക്കാൻ കഴിഞ്ഞതേയില്ല. അതിനുശേഷം ജനിച്ച റസീനയുടേതായിരുന്നു ഇവിടെ ഉച്ചത്തിൽ മുടങ്ങിയ ആദ്യത്തെ പൊട്ടിച്ചിരി. 3 വർഷങ്ങളുടെ ഇടവേളയിൽ കുടുംബത്തിലെ ഏകാന്തരിയും പിറന്നു. വെള്ളാരം കല്ലുകൾ പോലെ തിളങ്ങുന്ന നോട്ടവും പൂർണ്ണചന്ദ്രനേക്കാൾ നിറവുമുള്ള ആൺകുട്ടിയെ അവർ ഫലാഹ് എന്ന് വിളിച്ചു. ഫലാഹ് എന്നാൽ അറബിയിൽ വിജയം എന്നാണ് അർത്ഥം. എന്നാൽ പേരിനെ ക്രൂരമായി പരിഹസിക്കുന്നത് പോലെ സംസാരിക്കാനും കേൾക്കാനും അവൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മനം മടുപ്പിക്കുന്ന ഒരുതരം നിശബ്ദതയാണ് ഈ വീടിന്റെ അകത്തളത്തിലാകെ മുഴച്ചു നിൽക്കുന്നത്. കുഞ്ഞുനാളിൽ ചികിത്സിച്ചിരുന്നുവെങ്കിൽ, കൃത്യമായി ശസ്ത്രക്രിയ ചെയ്തിരുന്നുവെങ്കിൽ അസ്മിനയുടെ ശബ്ദം തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷെ വിധി അവരുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ കേൾക്കാൻ കൂട്ടാക്കിയതേയില്ല. ദാരിദ്ര്യത്തിന് മുന്നിലെ ആ നിലവിളി അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ? മൗനത്തിന്റെ ഈ മലഞ്ചെരുവിൽ കരിഞ്ഞു പോകാതെ ഇനി ബാക്കിയുള്ളത് ഫലാഹ് എന്ന കുഞ്ഞുമോന്റെ ആരും കേട്ടിട്ടില്ലാത്ത സ്വപ്നങ്ങളാണ്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കേൾവിയും സംസാരവും തമ്മിലുള്ള ശാരീരിക പ്രവർത്തനം പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോർണിയം ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ചെയ്താൽ ഒരുപക്ഷെ ശബ്ദം തിരിച്ചു കിട്ടിയേക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പിഴച്ചുപോകുന്ന വാക്കുകളുമായി ജീവിതത്തിന്റെ വഴികളിൽ അവനെങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കും? ഉത്തരം ഇനിയും പാടിയിട്ടില്ലാത്ത താരാട്ടുപോലെ ഹനീഫിന്റെ തൊണ്ടയിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. 2 പേരെയും ചികിത്സിക്കണമെന്ന ഹനീഫിന്റെ ആഗ്രഹത്തിന് അവരുടെ പ്രായത്തോളം തന്നെ പഴക്കമുണ്ട്. എന്നാൽ മേടമാസച്ചൂടിൽ ഈ ഷീറ്റിമേൽക്കൂരയ്ക്ക് കീഴിൽ വെന്തുരുകുന്നത് ഇവരുടെ ദാരിദ്ര്യം കൂടിയാണ്. ഹനീഫ് ചെയ്യുന്ന ചെറിയ ആശാരി ജോലിയാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. പക്ഷെ കഴിഞ്ഞ 3 വർഷങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം ഈ പിതാവ് മാനസിക രോഗത്തിന്റെ തടവറയിലായിരുന്നു എന്നുകൂടി അറിയുക. യാ അല്ലാഹ്, എന്തൊരു വിധിയാണിത്! സംസാരശേഷിയില്ലാത്ത മക്കൾക്കും മനസ്സ് പിഴച്ച ഭർത്താവിനുമിടയിൽ സീനത്തെന്ന ഉമ്മ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും. കണ്ണീര് പടർന്ന പ്രാർത്ഥനകളിൽ നിസ്കാരപ്പായ എത്ര വട്ടം നനഞ്ഞു കുതിർന്നിട്ടുണ്ടാകും. ആസ്പെറ്റോസ് ഷീറ്റിന് പകരം കോൺക്രീറ്റിന്റെ മേലാപ്പ് വരുന്ന സുവർണ ദിനങ്ങളല്ല
കുഞ്ഞു ഫലാഹ് ഉപ്പ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന നിമിഷമാണ് ഇവരുടെ ജീവിതാഭിലാഷം. എത്ര അകലെയാണെങ്കിലും ഉമ്മയുടെ വിളി കേട്ടാൽ അസ്മിന ഓടിയെത്തുന്ന രംഗമാണ് ഇവരുടെ സ്വപ്നങ്ങളിൽ. അസ്മിനയ്ക്ക് ശസ്ത്രക്രിയയുടെ പ്രായം കഴിഞ്ഞിരിക്കുന്നു. പരിമിതമായി കേൾവി ലഭിക്കുന്ന ഹിയറിംഗ് എയ്ഡ് മാത്രമാണ് ഇനിയുള്ള ഏക പരിഹാരം. ഭാഗ്യം തുണച്ചാൽ ഫലാഹ് ഒരുപക്ഷേ. ലക്ഷങ്ങളുടെ ഓപ്പറേഷൻ ചെലവും വിധിയെപ്പോഴും നിർദ്ദയമായി തോൽപ്പിച്ചതിന്റെ അനുഭവങ്ങളും മുന്നിലുള്ളപ്പോൾ വാക്കുകൾ പൂരിപ്പിക്കാനാവാതെ ഹനീഫിന്റെയും ശബ്ദം നഷ്ടപ്പെടുകയാണ്. കൂട്ടുകാർക്ക് കവിത ഉറക്കെ ചൊല്ലുമ്പോൾ ഏറ്റുപാടാനാവാതെ വാപൊളിക്കുന്ന ഫലാഹിന്റെ ചിത്രം കണ്ണുനീരോടെയല്ലാതെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഉമ്മ എന്ന് വിളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന കുഞ്ഞു ഫലാഹിന് നിങ്ങളുടെ പൊന്നുമോന്റെ കൊച്ചനുജന്റെ മുഖം തന്നെയല്ലേ? അപൂർണമായ ശബ്ദം പോലെ ഫ്രെയിമിൽ കുടുങ്ങിയ ഫലാഹിന്റെ കീറിപ്പറഞ്ഞ യൂണിഫോം അണിഞ്ഞൊരുങ്ങി അവൻ ധരിച്ച ഏറ്റവും മികച്ച വസ്ത്രമാണെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? സംസാരിക്കാനല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എന്തിനീ നാവു തന്നുവെന്ന് നിഷ്കളങ്കമായ മുഖത്ത് തെളിയുന്ന ചോദ്യം കാണാതെ പോകുന്നതെങ്ങനെ? കാരുണ്യം കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലേ ആ ശബ്ദത്തെ? അസ്മിനയുടെ നിശബ്ദമായ സ്വപ്നങ്ങളെ കേൾവി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉത്തരം പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സഫ മക്ക പ്രസൻസ് വാട്സ്ആപ്പ് ചാറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന രസകരമായ പ്രയോഗങ്ങളിലൂടെ നാം കടന്നുപോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവും തുടർന്നുണ്ടായ വിവാദ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറി. അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്തത്രയും ശക്തമായ തിരിച്ചടിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മോഡിക്ക് സമ്മാനിച്ചത്. താഴേക്ക് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോവാണ്. തനി സംഖ്യയുടെ നിലവാരത്തിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കൂ, ഞാൻ പറയട്ടെ. താങ്കൾ പറയും ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പത്മകുമാർ. ഇപ്പൊ വാദിച്ച് വിനു പറഞ്ഞതുപോലെ എവിടെ എത്തിച്ചേർന്നു? കേരളത്തിലുള്ള ആളുകൾ സോമാലിയക്കാരേക്കാൾ പട്ടിണിക്കോലങ്ങളാണ് എന്ന് മാത്രമല്ല മുഴുവൻ ഭ്രാന്തന്മാരുമാണ് എന്നാണ് പത്മകുമാർ വാദിച്ചത്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വായടയ്ക്കാമോ? ദയവ് ചെയ്ത്. ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനങ്ങളിലൊന്നായി വാഴ്ത്തിയ കേരളം സോമാലിയേക്കാൾ പിന്നിലാണെന്ന് പ്രഖ്യാപിച്ച മോഡി ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുക എന്ന് തന്നെയാണ്. ഏത് കാര്യത്തിലെടുത്താലും കേരളം ഗുജറാത്തിനേക്കാൾ വളരെ മുമ്പിലാണ്. സോമാലിയയുമായിട്ട് ഒരു താരതമ്യവുമില്ല. സോമാലിയയായിട്ട് താരതമ്യം ചെയ്യാവുന്നത് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഈ അനവസരത്തിലുള്ള അസംബന്ധ പ്രസ്താവന കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം സോമാലിയയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതിരുന്ന കാര്യം ഇപ്പൊ പുറത്തു വന്നു എന്നതാണ്. CPM നേതാവ് രാജേഷ് ഒരു പ്രമുഖ ചാനലിന്റെ ന്യൂസ് അവറിൽ നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. എന്നാൽ വാട്സപ്പിലൂടെയും ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും കേരളീയർ നൽകിയ തിരിച്ചടി ഇങ്ങനെ പോകുന്നു. പോമോനെ മോഡി എന്ന ഹാഷ്ടാഗിൽ വൈറലായതോടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംഭവം ഏറ്റുപിടിച്ചു. വാട്സപ്പിൽ കണ്ട ചില ചിത്രങ്ങളേറെ രസാവഹമാണ്. സംഘികൾ ഫോട്ടോ എടുക്കുന്നു, മെലിഞ്ഞവർ ജാഗ്രത. സോമാലിയയിലെ ഷാരൂഖിനെയും കരീന കപൂറിനെയും കാണുക. ഇന്ത്യയുടെ ഭൂപടത്തിൽ സോമാലിയയുടെ സ്ഥാനം എവിടെയാണ്? റിയാദ് ഓഫീസിൽ നിന്നും സൗദി തന്നെ യാ സോമാലി എന്ന് വിളിച്ച കാര്യം എത്ര രസകരമാണ്. ഒരു സോമാലിയൻ പൗരൻ മോഡിയെ വെല്ലുവിളിക്കുന്ന രംഗം ഏറെ സന്ദർഭോചിതമാണ്. ഹലോ മിസ്റ്റർ നരേന്ദ്ര മോദി, the Prime Minister of India, I want to talk with you. You compare Kerala with Somalia. You don't have degree. I am Somali, I have a degree. Somalia is not better than Kerala. Somalia is better than you. You don't have degree. So don't compare Kerala with Somalia. That's my message to Modi. സോമാലിയയുടെ ദയനീയമുഖമായി BJPയുടെ നേതാക്കളെ തന്നെ ചിത്രീകരിച്ചത് സോമാലിയയിൽ 65-കാരൻ മമ്മൂട്ടിയും ഗുജറാത്തിലെ 65-കാരൻ മോഡിയും തമ്മിലുള്ള താരതമ്യ പഠനം.
സോമാലിയയിലെ വഴിയോര കാഴ്ചകൾ കുമ്മനത്തിന് സഹതാപവോട്ടായി മാറുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പട്ടിണി മൂലം സോമാലിയയിൽ മരണപ്പെടുന്ന ലിസ്റ്റിൽ ഫോബസ് മാഗസിൻ കണ്ടെത്തിയ ആദ്യ 10 7 സോമാലിയയിൽ നിന്നുണ്ടായതും മോഡിക്ക് കനത്ത മറുപടിയായി മാറി. ഇങ്ങനെ രസകരമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതോടൊപ്പം വളരെ ഗൗരവത്തോടെ പങ്കുവെക്കേണ്ട ചിലതുണ്ട്. വികസന കാര്യത്തിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തിന് വികസന രംഗത്ത് ഒന്നാമതെത്തിയ കേരളത്തെ വിമർശിക്കുവാൻ എന്തവകാശം? ഞാൻ ഈ സോമാലിയക്കാരനായതിൽ അഭിമാനിക്കുന്നു. ഈ സോമാലിയ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ, പ്രകൃതി രമണീയതയിൽ, രാഷ്ട്രീയ പ്രബുദ്ധതയിൽ ഈ സോമാലിയയിൽ വർഗീയ കലാപങ്ങളില്ല. വിദ്യാഭ്യാസം ലഭിക്കാതെ കുട്ടികൾ തെരുവിൽ അലയുന്നില്ല. ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ക്ലാസ് മുറികളില്ല. മോഡിയുടെ കാസർഗോഡ് പ്രസംഗത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന പോമോനെ മോഡി എന്ന പ്രയോഗം 25,000-ലേറെ ട്വീറ്റുകളും ടെന്റുകളും സ്വന്തമാക്കിയുണ്ടായി. ഇതൊരു ചരിത്രമാണ്. അഡ്വ അൽ ഷുഖ, ദി കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ IT റിക്വയർമെന്റ്സ് അവതരിപ്പിക്കുന്നു തിരിച്ചറിയാതെ പോകുന്നവർ. ഇഷാം, ഒരു 4 വയസ്സുകാരന്റെ പ്രതിഭ നമ്മെ അത്ഭുതപ്പെടുത്താതിരിക്കില്ല. അറിവിന്റെ മഹാസാഗരമായി ഈ ബാലന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാതാവുന്നു. ഇതാണ് ഇഷാൻ തറമ്മൽ. 4 വയസ്സ് പ്രായം, എന്നാൽ ബുദ്ധിശക്തി 14 വയസ്സുകാരൻ്റേത്. ഇഷാൻ അറിയാത്ത രാജ്യങ്ങളില്ല. എല്ലാ രാജ്യങ്ങളുടെയും ദേശീയ പതാക ഇഷാൻ മനപ്പാടമാണ്. ലോകഭൂപടത്തിൽ ഏത് ചെറിയ രാജ്യങ്ങൾ പോലും എവിടെയെന്ന് ചോദിച്ചാൽ ഇഷാൻ ചൂണ്ടിക്കാണിക്കും. ലോകത്തിലെ പ്രധാന സ്ഥലങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ, രാജ്യ തലസ്ഥാനങ്ങൾ എല്ലാം ഇഷാന് മനപ്പാടം. ഇഷാൻ, see this? ഏതാ? മലേഷ്യ. എവിടെയാണ്? മലേഷ്യ. ഓക്കേ. ഇതേതാ? ഓസ്ട്രേലിയ. വെരി ഗുഡ്. ഇതേതാ? ന്യൂസിലാൻഡ്. ഇതേതാ ഇഷാൻ? ബംഗ്ലാദേശ്. ഇതേതാ? ടർക്കി. വെരി ഗുഡ്. ഇതേതാണ്? USA. ഓക്കേ. ഇതേതാ? സ്പെയിൻ. വെരി ഗുഡ്. ഇതെന്താ? ശ്രീലങ്ക. ഓക്കേ. ദിസ് വൺ? ബ്രസീൽ. വെരി ഗുഡ്. ഇതേതാ? ഇന്ത്യ. ഓക്കേ. ഇതേതാ? ഇറ്റലി. ഇതേതാ ഷാൻ? ഭൂട്ടാൻ. ഓക്കേ. ഇതേതാ? പാകിസ്ഥാൻ. ഓക്കേ. സ്വിറ്റ്സർലൻഡ്. വെരി ഗുഡ്. ഹോങ്കോങ്. ഓക്കേ, സൂപ്പർ. ഇതേതാ ഇഷാൻ? ഇസ്രായേൽ. ഇതേതാ? കാനഡ. ഓക്കേ. ഇഷാൻ, ഫിലിപ്പീൻസ് കാണിച്ചു തരൂ. ജപ്പാൻ കാണിച്ചു തരൂ. ഓക്കെ. എവിടെ? നോർത്ത് കൊറിയ. വെരി ഗുഡ്. Today we are going to show our dinosaur world video. Ishan, which dinosaur is this? Tyrannosaurus rex. Is it a carnivore or herbivore? Carnivore. Which one is this? Parasaurolophus. Is it a carnivore or herbivore? Herbivore. Which one is this? Stegosaurus. Why do we need this thing? To protect from enemies. Which one is this? Pendaceratops. മോന് സ്പേസ് സയൻസ് കുറച്ചൊരു ഇൻട്രസ്റ്റഡ് ആണ്. അവൻ ഒരു 3 വയസ്സ് മുതൽ തന്നെ സ്പേസ് മിഷൻസിനെ പറ്റിയിട്ടും റോക്കറ്റുകളെ പറ്റിയിട്ടൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറെ നാസയുടെ സൈറ്റും അങ്ങനെ പലതും സെർച്ച് ചെയ്തിട്ട് അവന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവനതെല്ലാം നല്ല മെമ്മറൈസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ അവന് റോക്കറ്റുകളുടെയും കണ്ടു കഴിഞ്ഞാൽ അവനത് ഏത് റോക്കറ്റാണെന്നുള്ള പേര് പറയും. അതുകൂടാതെ റോക്കറ്റിന്റെ തന്നെ ഓരോ ഭാഗങ്ങളെ പറ്റിയെല്ലാം അവനറിയാം. അതുപോലെ സ്പേസ് മിഷൻസിനെ പറ്റിയിട്ടും അതിന്റെ ലോഞ്ചിങ് ചെയ്ത റോക്കറ്റിനെ പറ്റിയിട്ടൊക്കെ അവനറിയാം. ഇത് ഏതാ സ്പേസ് ക്രാഫ്റ്റ്? Great. ഏതാ ലോഞ്ചിങ് വെഹിക്കിൾ? Delta 2. ഇത് ഏതാ റോക്കറ്റ്? Saturn 5. ഇത് ഏതാ റോക്കറ്റ്? Atlas 5. ഇത് ഏതാ സ്പേസ് ക്രാഫ്റ്റ്? Mars rover.
മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെക്കുറിച്ചും ഇഷാന് നന്നായി അറിയാം. ശൂന്യാകാശ പേടകങ്ങൾ, ഉപഗ്രഹങ്ങൾ, പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, ഏത് ചോദ്യങ്ങൾക്കും ഈ കൊച്ചുമിടുക്കിന് ഉത്തരമുണ്ട്. ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഒരു കാലത്ത് ഭീഷണി ഉണർത്തിയുന്ന ദിനോസറുകളുടെ മുഴുവൻ വിവരണങ്ങളും ഇഷാന് ആരുമായും പങ്കുവെക്കാൻ തയ്യാറാണ്. ഇഷാന്റെ ഈ കഴിവുകളെ തൊട്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാതാപിതാഗസ്ഥനായിരുന്ന തിരൂർ സ്വദേശി റസൂലും ഭാര്യ ഡോക്ടർ ഹസീനയും സഹോദരി 3ാം ക്ലാസ്സുകാരി റിസയും കൂടെയുണ്ട്. റിയാദ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ഇഷാന് പാഠ്യരംഗത്തും ഒട്ടേറെ ഉപഹാരങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ലഭിച്ചതായി മാതാപിതാക്കൾ അറിയിച്ചു. മൃഗങ്ങളുടെ ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിൽ ഏറെ താല്പര്യമുള്ള ഈ കൊച്ചുമിടുക്കന്റെ ജീവിതാഭിലാഷമാണ് ഭാവിയിൽ ഒരു പാലിയന്റോളിസ്റ്റ് ആവുക എന്നത്. നമുക്ക് യാത്ര ചോദിക്കേണ്ട സമയമായി. എല്ലായ്പ്പോഴും വിരഹം വേദന സമ്മാനിക്കുന്നു. നിങ്ങളോട് യാത്ര ചോദിക്കുവാൻ കരളുറപ്പില്ലാത്തതിനാൽ യാത്ര ചോദിക്കാതെ യാത്രയാവുന്നു. അതിനു മുമ്പേ മനോഹരമായ ഒരു പഴയ ഗാനം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അറ്റ്ലസ് ജ്വല്ലറി പ്രസൻസ് ഓൾഡ് ഈസ് ഗോൾഡ്. പഴയ ഗാനങ്ങളുടെ ഗൃഹാതുരമായ പങ്കുവെക്കലുകൾ. ഇനി ഈ ഗാനം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയും എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രവാസിയുടെ ചിന്തകളെ തട്ടിയുണർത്തുവാൻ സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്പോറ ഓൺ ഫോക്കസ് എന്നും നിങ്ങളോടൊപ്പം. ശ്യാമസുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പു ഞാൻ ധ്യാനലീനമീരിപ്പു ഞാൻ ഗാനമെന്നേ മറക്കുമോ എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ? പഞ്ചിയിൽ പടർന്നേറുവാനതിന്നാവുമോ? വേദനതൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ? വേർപെടും നിണപക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണ്ണമേടയിൽ എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോ. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീകെടുത്ത ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പു ഞാൻ ധ്യാനലീനമീരിപ്പു ഞാൻ